ഇരുപതംഗ സംഘമടങ്ങുന്ന ഒരു വനിതാ DGPയെയോ IGയെയോ മറ്റോ വെച്ചുകൊണ്ട് കർണാടക ധർമ്മസ്ഥല പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ കർണാടക എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് അതല്ലെങ്കിൽ ആയിരക്കണക്കിന് ഗോവിന്ദസ്വാമിമാർ വിലസുന്ന സ്ഥലമാണ് കർണാടക. അതിൽ നൂറുകണക്കിന് ഗോവിന്ദസ്വാമിമാർ ധർമ്മസ്ഥലത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളും ഈ പ്രശ്നങ്ങളുമൊക്കെ 3-4 വ്യക്തികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് കർണാടക സ്റ്റേറ്റിൽ നിന്നും മാത്രം കാണാതായിട്ടുള്ളത് 20,000-ഓളം സ്കൂൾ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും കുട്ടികളെയും മറ്റുമാണ് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉസ്മാനിയ പറയുന്നത്, ഒരു കാരണവശാലും ഈ കാര്യം കർണാടക ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കേന്ദ്രത്തിൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഇത് ഡബ് ചെയ്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡബ് ചെയ്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവതരിപ്പിക്കുവാൻ നമുക്കാളുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ചാനൽ എല്ലാവരും ചോദിക്കും നമുക്കിതിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക. സംഭവം അതിഗൗരവം തന്നെയാണ്. കർണാടക സംഭവം അതിഗൗരവം തന്നെയാണ്. ധർമ്മസ്ഥല സംഭവം അതിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും വീഡിയോ ലൈക്ക് ചെയ്ത് എത്തിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൽ ഡബ് ചെയ്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവതരിപ്പിക്കാൻ നമുക്കാളുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത് ഇതിലേക്ക് ആ തരത്തിലുള്ള ഒരു സഹായം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണമെന്ന പ്രതീക്ഷയോടുകൂടി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിന്നും മറ്റും ബാംഗ്ലൂരിലും മറ്റും പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബെൽറ്റങ്ങാടി താലൂക്കിൽ പ്രവേശിക്കരുത്. കർണാടകത്തിലെ ബെൽറ്റങ്ങാടി താലൂക്കിൽ പ്രവേശിക്കരുത്. ബെൽറ്റങ്ങാടി താലൂക്കിലാണ് ഈ മേൽപ്പറയപ്പെട്ട ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കഴിയുന്ന നൂറുകണക്കിന് ഗോവിന്ദസ്വാമിമാർ. കർണാടകത്തിലെ ആയിരക്കണക്കിന് ഗോവിന്ദസ്വാമിമാരുടെ കൂട്ടത്തിൽ ബെൽറ്റങ്ങാടി താലൂക്കുമായി ബന്ധപ്പെട്ടാണ് 100-ലധികം ഗോവിന്ദസ്വാമിമാർ വിലസുന്നത്. അവരെ നമുക്ക് പൂട്ടുക തന്നെ വേണം. അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് താൽക്കാലികം നിർത്തുന്നു.